ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ച ഈ ട്രെയിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും ഒരിക്കലെങ്കിലും ഒരു ലോക്കോ പൈലറ്റ് ആവാൻ സാധിച്ചിരുന്നെങ്കിലും അല്ലെ. കാരണം ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അല്ലെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മലയാളികൾ പൊതുവെ 2019 മുൻപൊന്നും ഇത്ര ഈ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പൊസിഷനിലൊന്നും അത്ര മലയാളികൾ ഉണ്ടായിരുന്നില്ല. അധികം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരുന്നു ഈ പോസ്റ്റിൽ അധികവും. എന്നാൽ ആഫ്റ്റർ കോവിഡ് ഒരുപാട് പേരൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് തിരിയുകയും ഈ അവസരങ്ങളെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു എക്സാമിനെ കുറിച്ചിട്ടാണ്. RRB ALP എക്സാം, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. 2025 മെയ് 21 വരെയാണ് ഇതിന്റെ അവസാന തീയതി. അതുവരെ അപേക്ഷിക്കാം. അപ്പോൾ ഈ ജോലി നമ്മളൊരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് അറിയണം? അതായത് ഏത് ജില്ലയിൽ, നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ് PSC എക്സാം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക, നമ്മൾ എന്തൊക്കെ അവിടെ അനലൈസ് ചെയ്യും ഒരു എക്സാം എഴുതുമ്പോൾ? ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിയമന സാധ്യതകളുള്ളത്? മുൻ വർഷങ്ങളിൽ ഏത് ജില്ലയിലാണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ വന്നത്? ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യും. സോ ഈ റെയിൽവേ എക്സാംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സോണ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഈ സോണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാറ്റാൻ ഓപ്ഷനൊക്കെ ഉണ്ട്, എന്നാലും അത് ചില റിസ്കുകളുണ്ട്. എന്നാൽ കൂടി നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോൺ സെലക്ഷൻ എന്ന് പറയുന്നത്. ഈ സോൺ സെലക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളെ എന്താണ്, ഒന്ന് എല്ലാവരും പറയുന്ന പോലെ വാക്കൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി സ്ഥലം, ലഭിക്കുന്ന സ്ഥലത്തെക്കുറിച്ച്, അവിടുത്തെ കംഫർട്ട്, ഓക്കെ, അതുപോലെ തന്നെ കട്ട് ഓഫ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ വാക്കൻസി പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സോണാണ് സെക്കന്ദരാബാദ് എന്ന് പറയുന്നത്. അതിനർത്ഥം നമ്മളെല്ലാവരും കൂടി സെക്കന്ദരാബാദിൽ അപ്ലൈ ചെയ്താലാണ് ജോലി കിട്ടാൻ സാധ്യത, അങ്ങനെയല്ല. ഇപ്പോൾ മുംബൈയിലുള്ള ഒരാൾ, മുംബൈയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മുംബൈയിൽ ഒരുപാട് വാക്കൻസി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മലയാളിയായ ഒരാൾക്ക് മുംബൈയിൽ അയാൾക്ക് ജോലി ലഭിക്കുക, അയാൾ അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതി ജോലി ലഭിക്കുകയാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് ഫാമിലിയുമായി ബന്ധപ്പെട്ട കണക്ഷൻസ് ഒക്കെ വളരെ മേ ബി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സോണ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വാക്കൻസി ഉണ്ട്, കംഫർട്ട് ഉണ്ട്, നമ്മുടെ ഫാമിലി പരമായുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, കട്ട് ഓഫ് നോക്കേണ്ടതുണ്ട്. സോ മലയാളികൾക്ക് ഏറ്റവും അടുത്തുള്ള 3 റെയിൽവേ സോൺസ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. റെയിൽവേ സോൺസ് അല്ല, ഈ ഒരു എക്സാം സോൺസ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് നമ്മുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള തിരുവനന്തപുരമാണ്. ഇവിടെ 148 വാക്കൻസിയാണ് ഇത്തവണത്തെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തവണ 48 സംതിങ് ആയിരുന്നു തിരുവനന്തപുരത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 48+ ആയിരുന്നു തിരുവനന്തപുരത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ കട്ട് ഓഫ് കൺസിഡർ ചെയ്ത് ഒരിക്കലും നമുക്ക് ഇത്തവണ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം പല ആളുകളും സോണിൽ, നമുക്ക് ഏത് സോണിൽ വേണ്ട നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ കേരളത്തിൽ ഒരാൾക്ക് മുംബൈയിൽ അപ്ലൈ ചെയ്യാം, ഭുവനേശ്വറിൽ അപ്ലൈ ചെയ്യാം, കൊൽക്കത്തയിൽ അപ്ലൈ ചെയ്യാം. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോണുകളിൽ ആളുകൾ, ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് എക്സാം എഴുതുവാണെങ്കിൽ, ഒരുപാട് പേര് തിരുവനന്തപുരത്ത് എക്സാം എഴുതുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ കട്ട് ഓഫ് കൂടും. സോ അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് സോൺ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു സോണാണ് തിരുവനന്തപുരം. അത് കഴിഞ്ഞാൽ ചെന്നൈ ഉണ്ട്, സെക്കന്ദരാബാദ് ഉണ്ട്. ഈ സെക്കന്ദരാബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാളും ചെന്നൈയേക്കാളും കൂടുതൽ വാക്കൻസീസ് ഉള്ള ഒരു സോണാണ് സെക്കന്ദരാബാദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന എക്സാമിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത്, നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മേജർ ആയിട്ടുള്ള 3 സോണുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിക്ക് ഏകദേശമൊക്കെ അടുത്തുള്ള 3 സോൺസുകളാണ് സെക്കന്ദരാബാദ്, ചെന്നൈ, തിരുവനന്തപുരം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മൾ വാക്കൻസി അനുസരിച്ച് മാത്രമല്ല. ഇപ്പൊ സെക്കന്ദരാബാദിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വാക്കൻസി കൂടുതലാണ്, പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ നമ്മളെ ഫാമിലി ഡിസ്റ്റൻസ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾക്ക് ലീവൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരു 4 ദിവസമാണ് ലീവ്, അല്ലെങ്കിൽ മുംബൈയിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയത്, നിങ്ങൾക്ക് നിങ്ങൾ വാക്കൻസി കണ്ട് നിങ്ങൾക്ക് മുംബൈയിൽ നിങ്ങൾ ആ വാക്കൻസി മുംബൈയിലാണ് നിങ്ങൾ സോൺ കൊടുത്ത് എക്സാം എഴുതി ജോലി കിട്ടിയെങ്കിൽ, മേ ബി ഒരു 4 ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്കത് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ ആ ഒരു ട്രാവലൊക്കെ, ആ ഒരു ടൈം, മനസ്സിലായല്ലോ, ആ ഡിസ്റ്റൻസ് വളരെ ആ ഒരു കംഫർട്ട് ഉണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ ലീവ് കിട്ടി പിന്നെ വീട്ടിലേക്ക് പോകണം, അവിടെ തിരിച്ചു വരുമ്പോഴേക്കും
എന്തായാലും 2 ദിവസം എന്തായാലും പോകും. ഇനി പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ജോലിക്കുണ്ട്. അപ്പോൾ സോണ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം ജോയിൻ ചെയ്തിട്ട് അതെല്ലാം നിങ്ങൾ ആലോചിച്ച് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. വാക്കൻസി വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, വാക്കൻസി കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ആ സോണ് സെലക്ട് ചെയ്യരുത്. പക്ഷേ അവിടെ എന്താണ്, അങ്ങനെ സെലക്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പം ജോലി കിട്ടുവാണെങ്കിൽ ഡിസ്റ്റൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമായിട്ട് ഭാവിയിൽ മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ കട്ട് ഓഫിന്റെ കാര്യം നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ആളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ, അവിടെ അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കൂടും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം നോക്കിയിട്ട്, ഇപ്പം ഞാൻ ഇതിൽ പ്ലസ് നെഗറ്റീവ് എല്ലാം പറയുന്നുണ്ട്. സോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും ഏതാണ് ഇപ്പം ഞാൻ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും നിയറസ്റ്റ്, കേരളത്തിന് നിയറസ്റ്റ് ആയിട്ടുള്ള സോണുകളിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് തിരുവനന്തപുരം, സെക്കന്ദരാബാദ്, ചെന്നൈ എന്നൊക്കെ പറയുന്നത്. ഈ സെക്കന്ദരാബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കൻസികൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. കട്ട് ഓഫിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ പൊതുവെ കഴിഞ്ഞ വർഷത്തെ ALP കട്ട് ഓഫ് കുറഞ്ഞൊരു സോണായിരുന്നു തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വിച്ച് ഈസ് യു ഹാഡ് ബെറ്റർ, നിങ്ങൾക്ക് ഏതാണ് നല്ലത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സോണ് സെലക്ട് ചെയ്യുക. തിരുവനന്തപുരം ആണ് നല്ലതെങ്കിൽ തിരുവനന്തപുരം സെലക്ട് ചെയ്യാം. ഇനി എനിക്ക് സെക്കന്ദരാബാദ് ആണ് വാക്കൻസി കൂടുതൽ, അതുകൊണ്ട് അവിടെ കിട്ടാനാണ് സാധ്യത, ഫാമിലി ഡിസ്റ്റൻസ് ഒരു പ്രശ്നവുമില്ല, അങ്ങനെയുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പലർക്കും സോണുകളുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങൾ ഉണ്ടാവും. ഏത് സോണിനാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടതിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു വീഡിയോ ആണ്. നമുക്ക് കേരളത്തിനടുത്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലഭ്യമാകുന്ന അടുത്തുള്ള 3 സോണുകളാണ്, ലഭ്യമായിട്ടുള്ള 3 സോണുകളാണ് തിരുവനന്തപുരം, അതുപോലെ തന്നെ ചെന്നൈ, അതുപോലെ തന്നെ സെക്കന്ദരാബാദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ, കട്ട് ഓഫ് എല്ലാം കട്ട് ഓഫ് മാർക്ക് വെച്ച് നോക്കുന്ന സമയത്ത് കട്ട് ഓഫ്, വാക്കൻസി, നിങ്ങളുടെ ഫാമിലി കംഫർട്ട്, ഡിസ്റ്റൻസ്, ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നത്. ഇനിയിപ്പോൾ കുറച്ച് അകലേക്ക് പോയാലും ഇപ്പോൾ കുഴപ്പമില്ല എന്നുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള മുംബൈ, ഭുവനേശ്വർ, കൊൽക്കത്ത അങ്ങനെയുള്ള നോർത്ത് സൈഡിലേക്കുള്ള സോണിലൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങൾ സോണുകൾ കൊടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ, ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ചിലപ്പം ട്രാൻസ്ഫറിനൊക്കെ ചിലപ്പം ചില സോണുകളൊന്നും കിട്ടിക്കോളുന്നില്ല. പ്രത്യേകിച്ച് മുംബൈ ഒക്കെ ആണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് ഒരു സോൺ നന്നായിട്ട് കൊടുക്കുക. പിന്നെ മാത്രമല്ല നല്ല രീതിയിൽ പഠിക്കണം. സോണുകളുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എക്സാമിലേക്കുള്ള പ്രിപ്പറേഷൻ നന്നായിട്ട് കൊണ്ടുപോവുക. നമ്മൾ ALPയുമായി ബന്ധപ്പെട്ട കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങുക. റെയിൽവേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എല്ലാ വർഷവും വിളിക്കുമെന്നാണ് റെയിൽവേ ബോർഡിൽ നിന്ന് പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഡി ALP ഒക്കെ ഇപ്പോൾ അടുപ്പിച്ച് 2 വർഷങ്ങൾ വിളിച്ചു. അപ്പോൾ പ്രധാനപ്പെട്ട RRB എക്സാംസ് ഒക്കെ ഇനി എല്ലാ വർഷവും വിളിക്കുമെന്നാണ് റെയിൽവേയിൽ നിന്ന് ലഭിച്ച നമുക്ക് അറിയിപ്പ്, ഒരു പ്രാഥമിക അറിയിപ്പ്. അതുകൊണ്ട് നല്ല ഓഫറാണ്. നമുക്ക് എന്താ പറയുക, നമ്മുടെ സാലറി വൈസ് DA ഒക്കെ നോക്കുന്ന സമയത്ത് സെൻട്രലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ DA നൽകുന്ന ഒരു DA നൽകുന്നത്. അതുകൊണ്ട് നല്ല അവസരമാണ്. ഈ അവസരം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഈ ഒരു അപേക്ഷിക്കുന്നതിനെ കുറിച്ച്. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡേറ്റ് മറന്നു പോകരുത്, മെയ് 11 ആണ്. അതിനുള്ളിൽ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് അറിയില്ല. ഞാൻ ഈ പറഞ്ഞ സോണിലേക്കാണ് നിങ്ങൾക്ക് നല്ലതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.